മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് GST ആണ്. അപ്പോൾ GSTയിലേക്ക് നമ്മൾ പോകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് നമുക്ക് പോകാം. ആദ്യം നമ്മൾ പഠിക്കേണ്ടത് GSTയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ടാക്സ്. അപ്പോൾ ടാക്സ് എന്ന് പറഞ്ഞാൽ മാൻഡേറ്ററി ഫീസാണ്. നമുക്കറിയാം ഗവൺമെന്റിന് കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു വരുമാനമാണ് ടാക്സ്. അപ്പം നിർബന്ധമായിട്ടും ഗവൺമെന്റിന് കിട്ടുന്ന അല്ലെങ്കിൽ ഗവൺമെന്റിന് കിട്ടുന്ന ഒരു വരുമാനം കൂടാണ് ടാക്സ് എന്ന് പറയുന്നത്. ഓർ എമൗണ്ട് കളക്റ്റഡ് ബൈ ഗവൺമെന്റ് ഫ്രം ഇൻഡിവിജ്വൽ ഓർ ഓർഗനൈസേഷൻ. ഒരു ബിസിനസ്സിൽ നിന്നോ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്നോ ഗവൺമെന്റിന് കിട്ടുന്ന ആ ഒരു വരുമാനം അല്ലെങ്കിൽ ആ ഒരു നികുതിയെ വിളിക്കുന്ന പേരാണ് ടാക്സ് എന്ന് പറയുന്നത്. ടാക്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആദ്യത്തേതാണ് ഡയറക്റ്റ് ടാക്സ്, രണ്ടാമത്തേതാണ് ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പം ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡയറക്റ്റ് ആയിട്ട് തന്നെ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമോ ഗവൺമെന്റിന് കൊടുക്കുന്ന ടാക്സ് ആണ് ഡയറക്റ്റ് ടാക്സ്. അപ്പം ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാക്സ് പെയ്ഡ് ബൈ ടാക്സ് പേയർ ടു ഗവൺമെന്റ് ഡയറക്റ്റ്ലി. അതായത് ടാക്സ് കൊടുക്കുന്നയാള് ഗവൺമെന്റിന് നേരിട്ട് കൊടുത്താൽ ആ ടാക്സിന് വിളിക്കുന്ന പേരാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് ടാക്സിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ്, ഇതാണ് പ്രധാനമായിട്ടും ഡയറക്റ്റ് ടാക്സിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തി നേരിട്ട് കൊടുക്കുന്ന എല്ലാ ടാക്സിനും നമുക്ക് എന്ത് വിളിക്കാം? ഡയറക്റ്റ് ടാക്സ് എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ടാക്സിലേക്ക് പോകാം. ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഇൻഡയറക്റ്റ് ടാക്സ് എന്താണെന്ന് ചോദിച്ചാൽ ടാക്സ് ഷിഫ്റ്റഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുന്ന ടാക്സിന് വിളിക്കുന്ന പേരാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് ടാക്സിന്റെ എക്സാമ്പിൾ GST. നമ്മുടെ ടോപ്പിക്ക് GST ആണ്. അപ്പം GST എന്ന് പറയുന്ന ടാക്സ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. മാത്രവുമല്ല വാറ്റ്, വാല്യൂ ആഡഡ് ടാക്സ്, അതൊരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. സെയിൽസ് ടാക്സ് ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. കസ്റ്റംസ് ഡ്യൂട്ടി ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അപ്പൊ അത്തരത്തില് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഷിഫ്റ്റഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ടാക്സിനെ വിളിക്കുന്ന പേരാണ് ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പോൾ ടാക്സിന് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ നേരിട്ട് ഗവൺമെന്റിന് കൊടുക്കുന്ന ടാക്സ് ആണ് ഡയറക്റ്റ് ടാക്സ്. അതിന്റെ എക്സാമ്പിൾ ആണ് ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ്. രണ്ടാമത്തെ ടാക്സ് ആണ് ഇൻഡയറക്റ്റ് ടാക്സ്, അതായത് ടാക്സ് ഷിഫ്റ്റഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് മാറുന്ന ടാക്സ് ആണ് ഇൻഡയറക്റ്റ് ടാക്സ്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? GST, വാറ്റ്, കസ്റ്റംസ് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി, ഇവയെല്ലാം ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡയറക്റ്റ് ടാക്സ് പ്രോഗ്രസീവ് നേച്ചർ ആണ്. എക്സാമിന് ചോദിക്കാം ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്ന എന്ത് നേച്ചറിലുള്ള ടാക്സ് ആണ്? പ്രോഗ്രസീവ് നേച്ചർ. പ്രോഗ്രസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം കൂടുന്നതനുസരിച്ച് ഹൈ റേറ്റ് നമുക്ക് ചാർജ് ചെയ്യാം. പ്രോഗ്രസീവ്. അപ്പം പ്രോഗ്രസീവ് നേച്ചറിലുള്ള ഒരു ടാക്സ് ആണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പം ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്ത് നേച്ചറാണ്? പ്രോഗ്രസീവ് നേച്ചർ ആണ്. പക്ഷേ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ റിഗ്രസീവ് ഇൻ നേച്ചർ ആണ്. റിഗ്രസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഈക്വൽ ആയിട്ട് കൊടുക്കേണ്ട ടാക്സ് ആണ്. എല്ലാവർക്കും സെയിം ആയിരിക്കും, അല്ലാതെ ഇൻകം കൂടുന്നവർക്ക് അതുപോലല്ല. അപ്പൊ എല്ലാവരും ഈക്വൽ ആയിട്ട് കൊടുക്കേണ്ടത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് വിളിക്കാം? ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് റിഗ്രസീവ് നേച്ചറിലുള്ള ടാക്സ് ആണ്. അപ്പോൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് പ്രോഗ്രസീവ് നേച്ചർ ആണ്. പക്ഷേ ഇൻഡയറക്റ്റ് ടാക്സ് എന്താണ്? റിഗ്രസീവ് നേച്ചർ ആണ്. നമുക്കിനി നമ്മൾ പഠിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് വരാം, GST. അപ്പോൾ GSTയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കൺസംഷൻ ടാക്സ്. നമുക്കറിയാം GST ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. GSTയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കൺസംഷൻ ടാക്സ്. മാത്രമല്ല ഇൻഡയറക്റ്റ് ടാക്സിൽ പ്രധാനമായിട്ടും നമ്മളൊരു പ്രോഡക്റ്റിനെ മാനുഫാക്ചർ ചെയ്യുന്നു. നമ്മളൊരു പ്രോഡക്റ്റ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു, മാത്രമല്ല പ്രോഡക്റ്റ് നമ്മൾ വിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിനെ കൺസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു, അത് നമ്മൾ വിൽക്കുന്നു, അതിനുള്ള പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിൽ ഏത് പ്രോഡക്റ്റ് ആയിക്കോട്ടെ, ആ പ്രോഡക്റ്റിനെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു, അതിനെ മാനുഫാക്ചർ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന്റെ ഓരോരോ സ്റ്റേജുകളിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? GST ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. മാത്രവുമല്ല GST ലെവി ചെയ്ത അല്ലെങ്കിൽ ചുമത്തുന്നത് എവറി സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ ആയിരിക്കും. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഓരോ സ്റ്റേജിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? GST ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട്. മാത്രവുമല്ല ഇന്ത്യയിൽ GST ഇംപ്ലിമെന്റ് ചെയ്ത വർഷം ജൂലൈ 1, 2017 ആണ്. ജൂലൈ 1, 2017 GST ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്തത്. അപ്പോൾ
GST വിളിക്കുന്ന മറ്റൊരു പേരാണ് കൺസംഷൻ ടാക്സ് എന്ന് പറയുന്നത്. മാത്രവുമല്ല അതൊരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. മാത്രവുമല്ല ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നു, പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യുന്നു, അത്തരത്തിൽ ഏർപ്പെടുത്തുന്ന ടാക്സ് കൂടിയാണ് നമ്മൾ GST എന്ന് നമ്മൾ പറയുന്നത്. മാത്രവുമല്ല എല്ലാ സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ, എവറി സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? GST അപ്ലൈ ചെയ്യാറുണ്ട്. മാത്രവുമല്ല ഇന്ത്യയിൽ GST അപ്ലൈ ചെയ്ത വർഷം എന്ന് പറയുന്നത് ജൂലൈ 1, 2017 ആണ്. ഇനി നമ്മൾ GSTയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതയിലേക്ക് പോകുന്നു. ഫീച്ചേഴ്സ് ഓഫ് GST. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ആപ്ലിക്കബിൾ ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. GST എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അപ്ലൈ ചെയ്യുന്നത് ഒരു പ്രോഡക്റ്റിന്റെ സപ്ലൈയിലാണ്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് എപ്പോഴാണോ സപ്ലൈ ചെയ്യുന്നത് ആ സമയത്ത് GST നമുക്ക് ആപ്ലിക്കബിൾ ആണ്. ഇനി ഡെസ്റ്റിനേഷൻ ബേസ്ഡ് പ്രിൻസിപ്പിൾ ആണ്. പ്രത്യേകിച്ച് ഒരു പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ടതിന് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് നമുക്ക് GSTക്കകത്തുള്ളത്. അപ്പോൾ ഏത് പ്രോഡക്റ്റ് ആണോ മാനുഫാക്ചർ ചെയ്യുന്നത് അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഡെസ്റ്റിനേഷൻ ബേസ്ഡ് പ്രിൻസിപ്പിൾ ആണ് GSTക്കകത്തുള്ളത്. മാത്രവുമല്ല ഡ്യുവൽ GST ആണ്. നമുക്കറിയാൻ സാധിക്കും GSTക്കകത്ത് തന്നെ രണ്ട് തരത്തിലുള്ള ഗവൺമെന്റ് ഇടപെടാറുണ്ട്. ആരൊക്കെയാ? സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ടാക്സ് കളക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, GSTയിലെ പ്രത്യേകത ഡ്യുവൽ ആയിട്ടുള്ള GST ആണ്. നമുക്ക് പ്രധാനമായിട്ടും ഉള്ളത് കളക്ട് ചെയ്യുന്ന ആരൊക്കെയാ? സെൻട്രൽ ഗവൺമെന്റ് കളക്ട് ചെയ്യുന്നു, സ്റ്റേറ്റ് ഗവൺമെന്റ് കളക്ട് ചെയ്യുന്നു. മാത്രവുമല്ല GST പോർട്ടൽ നമ്മൾ ഉപയോഗിക്കും. നമുക്കറിയാൻ സാധിക്കും GST പോർട്ടൽ എന്ന് പറഞ്ഞാൽ എന്താ? GSTയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാനായിട്ട് GST പോർട്ടൽ നമുക്ക് ഉപയോഗപ്രദമാക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഗുഡ്സിനെയൊക്കെ തന്നെ സപ്ലൈ ചെയ്യുന്നു. ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ആണ് GSTക്കുള്ളത്. ഡ്യുവൽ GST, സെൻട്രലിന്റെയും സ്റ്റേറ്റിന്റെയും കളക്ട് ചെയ്യുന്ന ടാക്സ് കൂടാണുള്ളത്. മാത്രവുമല്ല GST പോർട്ടൽ നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നു. ഇനി നമ്മൾ പോകാൻ പോകുന്ന GSTയുടെ ഹിസ്റ്ററിയാണ്. എങ്ങനെയാണ് GST നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നത്, അല്ലെങ്കിൽ ആ ഓരോരോ ഘട്ടങ്ങളിലൂടെ നമുക്ക് പോകാം. അപ്പോൾ ആദ്യം GST കൊണ്ടുവരാനുള്ള ഐഡിയ അഡോപ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ ആദ്യമായിട്ട് GST എന്ന് പറയുന്ന ആശയം മുന്നോട്ട് കൊണ്ടുവന്നത് ശ്രീ അടൽ ബിഹാരി വാജ്പേയി ആണ്. അപ്പം 2000-ലാണ്, ആ വർഷം മറന്നു പോകരുത്, 2000-ൽ അടൽ ബിഹാരി വാജ്പേയി GST എന്ന് പറയുന്ന ആ ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ 2000-ലാണ് ശ്രീ അടൽ ബിഹാരി വാജ്പേയി എന്ത് ചെയ്തത്? GSTക്ക് വേണ്ടിയിട്ടുള്ള ഐഡിയ കൊണ്ടുവന്നത്. 2004-ൽ ഒരു ടാസ്ക് ഫോഴ്സ് ഹെഡഡ് ബൈ വിജയ് കേൽക്കർ, അതായത് വിജയ് കേൽക്കറിന്റെ നേതൃത്വത്തിൽ 2004-ൽ ഒരു ടാസ്ക് ഫോഴ്സ് സെൻട്രൽ ഗവൺമെന്റ് ഏർപ്പെടുത്തി. അതിന്റെ പേരാണ് കേൽക്കർ ടാസ്ക് ഫോഴ്സ്. അപ്പൊ അത്തരത്തിൽ എന്ത് ചെയ്തു? കേൽക്കർ ടാസ്ക് ഫോഴ്സ് എന്ത് ചെയ്തു? 2004-ല് അവർ റെക്കമെൻഡേഷൻ കൊണ്ടുവന്നു. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഫുള്ളി ഇന്റഗ്രേറ്റഡ് GST, അതായത് ഫുള്ളായിട്ടുള്ള ഒരു ഇന്റഗ്രേറ്റഡ് GST ആണ് നമുക്ക് ആവശ്യം. അപ്പൊ അങ്ങനെ കേൽക്കർ കമ്മിറ്റി 2004-ൽ കൊണ്ടുവന്നു. അപ്പം 2000-ല് ആദ്യമായിട്ട് കൊണ്ടുവന്നത് അടൽ ബിഹാരി വാജ്പേയി ആണ്. 2004-ല് ടാസ്ക് ഫോഴ്സ്, അതായത് വിജയ് കേൽക്കറിന്റെ നേതൃത്വത്തിലുള്ള ടാസ്ക് ഫോഴ്സിന്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞൊരു കാര്യം ഇതാണ്, ഫുള്ളി ഇന്റഗ്രേറ്റഡ് GST അത് കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. അപ്പോൾ അത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു വർഷം കൂടാണ് 2004. അപ്പോൾ 2006, 2007-ല് ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള P. ചിദംബരം അദ്ദേഹം സെൻട്രൽ ബഡ്ജറ്റിൽ അവതരിപ്പിക്കുകയുണ്ടായി. GSTയുമായി ബന്ധപ്പെട്ട ബില്ലുകളെ പറ്റി അദ്ദേഹം സെൻട്രൽ ബഡ്ജറ്റിൽ അവതരിപ്പിക്കുകയുണ്ടായി. 2014-ൽ 122-ാം അമെൻമെന്റ് ബില്ല് ലോക്സഭയിൽ പ്രസന്റ് ചെയ്തു. അപ്പോൾ 2014-ല് 122-ാം അമെൻമെന്റില് ലോക്സഭയിൽ ബില്ല് എന്ത് ചെയ്തു? പ്രസന്റ് ചെയ്തു. അതിനുശേഷം 2015-ല് ഈ ലോക്സഭയിൽ ഈ ബില്ല് പാസ്സാക്കി. അപ്പോൾ ഇത് പ്രസന്റ് ചെയ്തത് 2014-ലാണ്, അത് പാസ്സാക്കിയത് 2015-ലാണ്. അതിനുശേഷം 2016-ല് ഈ GST ബില്ല് രാജ്യസഭയിൽ പാസ്സാക്കി. അപ്പോൾ 2016-ല് GST ബില്ല് രാജ്യസഭയിൽ പാസ്സാക്കി. അതിനുശേഷം 2016-ല് പ്രസിഡന്റ് ഇതിന് അംഗീകാരം കൊടുത്തു. അത് സെപ്റ്റംബർ 8, 2016-ലാണ്
പ്രസിഡന്റ് അംഗീകാരം കൊടുത്തത്. അപ്പോൾ GSTയുടെ വളരെ പ്രധാനപ്പെട്ട വർഷങ്ങൾ 2006, 2007 പി ചിദംബരം എന്ത് ചെയ്തു? സെൻട്രൽ ബഡ്ജറ്റിൽ GSTക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊണ്ടുവന്നു. മാത്രവുമല്ല 2014 122ാം അമെൻമെന്റിൽ GSTയുടെ ബില്ല് ലോക്സഭയിൽ പ്രസന്റ് ചെയ്തു. ഡിസംബർ 19, 2014 പ്രസന്റ് ചെയ്തത്. മാത്രവുമല്ല 2015 നേരത്തെ പ്രസന്റ് ചെയ്ത GST ബില്ല് ഇവിടെ ലോക്സഭയിൽ പാസ്സാക്കി. അത് മെയ് 6, 2015 അതിനുശേഷം 2016 GST ബില്ല് രാജ്യസഭയിൽ പാസ്സായി. അതിനുശേഷം 2016 പ്രസിഡന്റ് GST സെപ്റ്റംബർ 8 ഈ GST ബില്ലിന് അംഗീകാരം കൊടുത്തു, അല്ലെങ്കിൽ പ്രസിഡന്റ് അതിന് അംഗീകാരം കൊടുത്തു. GST implemented in India on July 1st, 2017. ഇന്ത്യയിൽ GST അംഗീകരിച്ചത് അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്തത് ജൂലൈ 1, 2017 അപ്പം ഇന്ത്യയിൽ GST ഇംപ്ലിമെന്റ് ചെയ്ത വർഷം 2017 ജൂലൈ 1. മാത്രവുമല്ല ജമ്മു ആൻഡ് കാശ്മീർ നമുക്കറിയാൻ സാധിക്കും, ജമ്മു ആൻഡ് കാശ്മീരിൽ GST ഇംപ്ലിമെന്റ് ചെയ്തത് ജൂലൈ 8, 2017 അപ്പോൾ ഇന്ത്യയിൽ GST ഇംപ്ലിമെന്റ് ചെയ്ത വർഷം എന്ന് പറയുന്നത് ജൂലൈ 1, 2017. ജമ്മു ആൻഡ് കാശ്മീരിൽ GST ഇംപ്ലിമെന്റ് ചെയ്ത വർഷം എന്ന് പറയുന്നത് ജൂലൈ 8, 2017. ഇനി GSTയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കീ പോയിന്റ്സ് ഇതൊക്കെയാണ്. ഫസ്റ്റ്, ആ ഒരു GST അല്ലെങ്കിൽ ഫസ്റ്റ് കൺട്രി ടു ഇംപ്ലിമെന്റ് GST, അതായത് ഏത് രാജ്യമാണ് ആദ്യമായിട്ട് GST പാസ്സാക്കിയതെന്ന് ചോദിച്ചാൽ ആദ്യത്തെ രാജ്യം GST ഇംപ്ലിമെന്റ് ചെയ്ത് ചോദിച്ചാൽ ഫ്രാൻസ് ആണ്. അപ്പോൾ ഫ്രാൻസ് ആണ് ആദ്യമായിട്ട് GST ഇംപ്ലിമെന്റ് ചെയ്ത രാജ്യം. 1954 ഫ്രാൻസ് GST ഇംപ്ലിമെന്റ് ചെയ്തത്. ഫസ്റ്റ് സ്റ്റേറ്റ് ടു റാറ്റിഫൈ GST, അതായത് GST ബില്ല് ആദ്യമായിട്ട് എന്ത് ചെയ്തു? റാറ്റിഫൈ, പ്രമേയം അവതരിപ്പിച്ച് പാസ്സായ സംസ്ഥാനം, ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ആസാമാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ് ടു റാറ്റിഫൈ GST എന്ന് പറയുന്നത് ആസാമാണ്. അതിനുശേഷം ഫസ്റ്റ് സ്റ്റേറ്റ് ദാറ്റ് പാസ്ഡ് GST ബില്ല് ആദ്യമായിട്ട് പാസ്സാക്കിയ ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം തെലങ്കാനയാണ്. മാത്രവുമല്ല ഹയസ്റ്റ് സ്ലാബ് റേറ്റ് ഓഫ് GST ഓൾ ഓവർ വേൾഡ്, ലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ GSTക്ക് റേറ്റ് ചാർജ് ചെയ്യുന്ന ഏത് രാജ്യമാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഇന്ത്യയാണ്. ഇന്ത്യയിൽ 28% GSTയുടെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ടാക്സ് റേറ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഇന്ത്യയാണ്. രണ്ടാമത് അർജന്റീനയാണ്, 27% അവർ ചാർജ് ചെയ്യുന്ന ടാക്സ്. മാത്രവുമല്ല ലോവസ്റ്റ് സ്ലാബ് റേറ്റ് ഓഫ് GST ഓൾ ഓവർ വേൾഡ്, ലോകത്തെവിടെയും ഏറ്റവും കുറച്ച GST ചാർജ് ചെയ്യുന്ന രാജ്യമെന്ന് പറയുന്നത് സിംഗപ്പൂരാണ്. സിംഗപ്പൂരിൽ 6% GST ചാർജ് ചെയ്യുന്ന ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. GST ഇംപ്ലിമെന്റ് ചെയ്ത ആദ്യത്തെ രാജ്യമെന്ന് പറയുന്നത് ഫ്രാൻസ് ആണ്, 1954. മാത്രവുമല്ല ഏത് സംസ്ഥാനത്താണ് ആദ്യമായിട്ട് GST റാറ്റിഫൈ ചെയ്തത്, അംഗീകരിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ ആസാമിലാണ്. അതിനുശേഷം ഏത് സ്റ്റേറ്റിലാണ് GST ബില്ല് ആദ്യമായിട്ട് പ്രസന്റ് ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് പറയാം തെലങ്കാനയാണ്. GST പ്രകാരം ഏറ്റവും കൂടുതൽ റേറ്റ് ഉള്ളത് ഏത് രാജ്യമാണെന്ന് നമുക്ക് പറയാം ഇന്ത്യയാണ്, 28% ആണുള്ളത്. രണ്ടാം സ്ഥാനം അർജന്റീനയാണ്, 27% ആണ്. മാത്രവുമല്ല ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള GST റേറ്റ് ഉള്ളത് നമുക്കറിയാം ലോകത്ത് തന്നെ ഏറ്റവും കുറവുള്ള രാജ്യം എന്ന് പറയുന്നത് സിംഗപ്പൂരാണ്. ഓക്കെ, ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് GSTയുമായി ബന്ധപ്പെട്ട പ്രധാന ആർട്ടിക്കിൾസ് ആണ്. ആർട്ടിക്കിൾ 101 പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഫോർ GST ആണ്. അപ്പം GSTയുമായി ബന്ധപ്പെട്ട അമെൻമെന്റ് ആക്ട് ആണ്. ഇനി 122 ആണ്. 122 എന്ന് പറയുന്നത് GSTയുമായി ബന്ധപ്പെട്ട അമെൻമെന്റ് ബില്ലാണ്. അപ്പം ആർട്ടിക്കിൾ 101 എന്ന് പറയുന്നത് GSTയുമായി ബന്ധപ്പെട്ട അമെൻമെന്റ് ആക്ട് ആണ്. ആർട്ടിക്കിൾ 122 എന്ന് പറയുന്നത് GSTയുമായി ബന്ധപ്പെട്ട അമെൻമെന്റ് ബില്ലാണ്. ആർട്ടിക്കിൾ 246A അത് പറയുന്നത് സ്പെഷ്യൽ പ്രൊവിഷൻ ഓഫ് GST ആണ്. GSTയുമായി ബന്ധപ്പെട്ട ഏതൊക്കെ പ്രൊവിഷൻസ് ഉണ്ടോ, സെൻട്രൽ ഗവൺമെന്റിന്റെ ആയിക്കോട്ടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആയിക്കോട്ടെ, ഏതെങ്കിലും പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ അത് പറയുന്ന ആർട്ടിക്കിൾ ആണ് 246A.
അടുത്തത് 269A ആണ്. അവിടെ പറയുന്ന ആർട്ടിക്കിളിൽ പറയുന്ന കാര്യം ലെവി ആൻഡ് കളക്ഷൻ ഓഫ് GST ഇൻ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ. നമുക്കറിയാൻ സാധിക്കും, ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് നമ്മൾ സാധനം മാനുഫാക്ചർ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അവിടെ എത്രത്തോളം ടാക്സ് ചാർജ് ചെയ്യണം, അത് പറയുന്ന ആർട്ടിക്കിൾ 269A ആണ്. ആർട്ടിക്കിൾ 279A പറയുന്നത് GST കൗൺസിലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതാണ് GST കൗൺസിൽ. അപ്പോൾ GST കൗൺസിൽ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമായിട്ട് GSTയുമായി ബന്ധപ്പെട്ട പ്രധാന തീരുമാനം എടുക്കുന്നതാണ്. അതിന്റെ ആർട്ടിക്കിൾ 279A ആണ്. ആർട്ടിക്കിൾ 286 പറയുന്നത് റെസ്ട്രിക്ഷൻ ഓൺ ടാക്സ് ഇമ്പോസിഷൻ ആണ്. ടാക്സ് നമ്മൾ നടപ്പിലാക്കുന്ന സമയത്ത് റെസ്ട്രിക്ഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, GST ഇംപ്ലിമെന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ അത് പറയുന്ന ആർട്ടിക്കിളാണ് 286. 366 പറയുന്നത് അഡിഷൻ ഓഫ് ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻസ് ആണ്. നമുക്കറിയാൻ സാധിക്കും, അഡീഷണൽ ആയിട്ട് വരുന്ന ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻസ്, അതായത് GSTയുമായി ബന്ധപ്പെട്ട് വരുന്ന ഡെഫിനിഷൻസ് പറയുന്നത് 366 അപ്പോൾ 101 പറയുന്നത് അമെൻമെന്റ് ആക്ട് ആണ്. 122 പറയുന്നത് അമെൻമെന്റ് ബില്ലാണ്. 246A പറയുന്നത് സ്പെഷ്യൽ പ്രൊവിഷൻ ഓഫ് GST ആണ്. 269A പറയുന്നത് ലെവി ആൻഡ് കളക്ഷൻ ഓഫ് GST ഇൻ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ. 279A പറയുന്നത് GST കൗൺസിലാണ്. 286 പറയുന്നത് റെസ്ട്രിക്ഷൻ ഓൺ ടാക്സ് ഇമ്പോസിഷൻ, അതായത് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട റെസ്ട്രിക്ഷൻസ് ആണ്. 366 പറയുന്നത് അഡിഷൻ ഓഫ് ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻ, അതായത് GSTയുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻസ് ആണ് അവിടെ പറയുന്നത്. അപ്പോൾ നമ്മളിനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് GST കൗൺസിലാണ്. അപ്പം GST കൗൺസിൽ എന്ന് പറഞ്ഞാൽ അത് ആർട്ടിക്കിൾ 279A. അപ്പം GST കൗൺസിലിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 279A GST കൗൺസിലിനെ പറ്റി പറയുന്നത്. ഇനി GST കൗൺസിലിലെ ചെയർപേഴ്സൺ ആരാണെന്ന് ചോദിച്ചാൽ, അല്ല ടോട്ടൽ മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, ആദ്യമുള്ളത് ചെയർപേഴ്സൺ ആണ്. ചെയർപേഴ്സൺ എന്ന് പറയുന്നത് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആസ് മെമ്പർ എന്ന്. അതായത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ എന്ത് ചെയ്യുന്നു, ഫിനാൻസ് മിനിസ്റ്റർ. നമുക്കറിയാം ഇപ്പോഴത്തെ ആരാണ്, നിർമ്മല സീതാരാമനാണ് അല്ലേ. അപ്പം നിർമ്മല സീതാരാമനാണ് അതിന്റെ ചെയർപേഴ്സൺ. ഓക്കെ, അപ്പോൾ നിർമ്മല സീതാരാമനാണ് GST കൗൺസിലിന്റെ ചെയർപേഴ്സൺ. അതിനുശേഷം മെമ്പേഴ്സാണ്. അപ്പോൾ ടോട്ടൽ നമുക്കുള്ള മെമ്പേഴ്സ് 33 പേരടങ്ങുന്നതാണ് GST കൗൺസിൽ. അപ്പോൾ GST കൗൺസിലിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ആരാണ്, യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ്. അത് നിർമ്മല സീതാരാമനാണ്. അതിനുശേഷം 33 മെമ്പേഴ്സ് ആണ് ടോട്ടലായിട്ട് GST കൗൺസിലിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതിലെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻ ചാർജ് ഓഫ് റവന്യൂ ഓർ ഫിനാൻസ് ആണ്. അതായത് ഫിനാൻസിലോ അല്ലെങ്കിൽ റവന്യൂവിലോ യൂണിയനിൽ ചാർജുള്ള മിനിസ്റ്ററാണ്. അത് നമുക്കിപ്പം പ്രസന്റ് ആയിട്ടുള്ളത് അനുരാഗ് ഠാക്കൂറാണ് ഇപ്പോഴത്തെ പ്രസന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചത് GST കൗൺസിലാണ്. GST കൗൺസിലിന്റെ ആർട്ടിക്കിൾ 279A ആണ്. GST കൗൺസിലിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ്. പ്രസന്റ് ആയിട്ട് ആരാണ്, നിർമ്മല സീതാരാമനാണ്. അതിനുശേഷം ടോട്ടൽ മെമ്പേഴ്സ് നമുക്ക് 33 അംഗങ്ങൾ അടങ്ങിയതാണ് GST കൗൺസിൽ എന്ന് പറയുന്നത്. അതിൽ യൂണിയൻ മിനിസ്റ്റർ മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, യൂണിയൻ മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ് ഇൻ ചാർജ് ഓഫ് റവന്യൂ ഓർ ഫിനാൻസ്. പ്രസന്റ് ആയിട്ട് നമുക്കറിയാം അനുരാഗ് ഠാക്കൂർ ആണ്. അതിനുശേഷം യൂണിയൻ മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് ഫിനാൻസ് ഓർ ടാക്സേഷൻ ഓർ എനി അതർ മിനിസ്റ്റർ നോമിനേറ്റഡ് ബൈ ഈച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ്. അതായത് ഒന്നെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന ഏതെങ്കിലും മിനിസ്റ്റേഴ്സ് ആകാം. ഇപ്പൊ നമുക്ക് പ്രസന്റ് ആയിട്ട് നമുക്കറിയാം ബാലഗോപാൽ, KN ബാലഗോപാലാണ് നമ്മുടെ സ്റ്റേറ്റിന്റെ ഫിനാൻസ് ചാർജ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ബാലഗോപാൽ അല്ലെ, ബാലഗോപാലൊക്കെ അടങ്ങുന്നതാണ് എന്താ, നമ്മുടെ സ്റ്റേറ്റിന് വേണ്ടി നമുക്ക് GSTയുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റിന് ഒരു മെമ്പർ ഉണ്ട്. അത് ആരാണ്, KN ബാലഗോപാലാണ്. അപ്പോൾ GST കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ പറയുവാണ്, ആർട്ടിക്കിൾ 279A ചെയർപേഴ്സൺ എന്ന് പറയുന്നത് യൂണിയൻ ഫിനാൻസ്
ഫിനാൻസ് മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് റവന്യൂ ആണ്, അത് നിർമ്മല സീതാരാമനാണ്. അതിനുശേഷം നമുക്കറിയാൻ സാധിക്കും 33 മെമ്പേഴ്സ് അടങ്ങുന്നതാണ് GST കൗൺസിൽ എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് യൂണിയൻ മിനിസ്റ്റർ ഇൻ സ്റ്റേറ്റ് ഇൻ ചാർജ് ഓഫ് റവന്യൂ ഓർ ഫിനാൻസ്, അത് നമുക്കറിയാം അനുരാഗ് ഠാക്കൂർ ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. അതിനുശേഷം യൂണിയൻ മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് ഫിനാൻസ് ഓർ ടാക്സേഷൻ ഓർ എനി അതർ മിനിസ്റ്റർ നോമിനേറ്റഡ് ബൈ ഈച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ്. അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിലുള്ള മിനിസ്റ്റേഴ്സ് വരാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന ആര് വേണമെങ്കിലും എന്താണ് ഇതിൽ മെമ്പേഴ്സ് ആയിട്ട് വരാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം പ്രത്യേകിച്ച് GST കൗൺസിലിന്റെ കോറം. നമുക്കറിയാൻ സാധിക്കും കോറം എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് നിശ്ചിത ആൾക്കാർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, GST കൗൺസിലിൽ കോറം ഫിൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കറിയാം GST കൗൺസിലിൽ 1/2 മെമ്പേഴ്സ് എങ്കിലും നമുക്ക് GST കൗൺസിലിൽ വേണം. ടോട്ടൽ മെമ്പേഴ്സ് എത്രയാണോ ആ ടോട്ടൽ മെമ്പേഴ്സിന്റെ 1/2 കോറം GST കൗൺസിലിൽ നിർബന്ധമായും ഉണ്ടായിരിക്കണം. അത് മാത്രമല്ല GST കൗൺസിലിൽ തീരുമാനമെടുക്കുമ്പോൾ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് 3/4 ഓഫ് വോട്ട് നിർബന്ധമാണ്. അതായത് GSTയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ GST കൗൺസിലിൽ ചർച്ച ചെയ്യുമ്പോൾ 3/4 വോട്ടെങ്കിലും അത്യാവശ്യമാണ്. അതായത് ആ 3/4 വോട്ടിൽ 1/3 പോർഷൻ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കണം. അതായത് ആ 3/4 വോട്ടിൽ എന്ത് ചെയ്യുന്നു, 1/3 എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റും മാത്രവുമല്ല 2/3 എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റും ആയിരിക്കണം. അപ്പം GST കൗൺസിലിന്റെ കോറം തികയ്ക്കണമെങ്കിൽ 1/2 മെമ്പേഴ്സ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതിന്റെ തീരുമാനം എടുക്കണമെങ്കിൽ 3/4 ഓഫ് വോട്ടാണ്. വോട്ട് ചെയ്യുമ്പോൾ 3/4 വോട്ട് നമുക്ക് ആവശ്യമാണ്. മാത്രവുമല്ല ആ 3/4ൽ 1/3 പോർഷൻ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റും മാത്രമല്ല 2/3 പോർഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ഒരു മെജോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ GST കൗൺസിലിന്റെ തീരുമാനത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, വാലിഡേറ്റ് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് നോക്കാം GST രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം GST നമ്മൾ ആരാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ GST രജിസ്റ്റർ ചെയ്യുന്ന പേഴ്സൺസ് ആരൊക്കെയാണ്, അല്ലെങ്കിൽ എന്ത് കണ്ടീഷൻസ് ആണ് GSTയിൽ രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ളത്. അത് പറയുന്നതാണ് GST രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഏത് ബിസിനസ് ആയാലും ബിസിനസ് ഹൂസ് അഗ്രഗേറ്റ് ടേൺ ഓവർ എക്സീഡ്സ് ₹20 lakhs, അതായത് ഏത് ബിസിനസ് ആയാലും അവരുടെ അഗ്രഗേറ്റ് ആയിട്ടുള്ള ടേൺ ഓവർ അല്ലെങ്കിൽ സെയിൽസ്, ഏത് ബിസിനസ് ആയിക്കോട്ടെ ആ ബിസിനസിന്റെ ടോട്ടൽ സെയിൽസ് 20 ലക്ഷം അല്ലേ. അത് മാത്രമല്ല അവർ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, സപ്ലയർ ആണെങ്കിൽ അവർക്ക് 40 ലക്ഷമാണ്. വളരെ സിമ്പിൾ ആയിട്ട് പറയാം, ഏത് ബിസിനസ്സോ ആയിക്കോട്ടെ അവരുടെ അഗ്രഗേറ്റ് ടേൺ ഓവർ, ടോട്ടൽ ടേൺ ഓവറിൽ അവരുടെ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് 20 ലക്ഷത്തിൽ കൂടിയാൽ, അല്ലെങ്കിൽ അവർ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ 40 ലക്ഷത്തിൽ കൂടിയാൽ എന്ത് ചെയ്യുന്നു, മാൻഡേറ്റർലി രജിസ്റ്റേർഡ്, അവർ നിർബന്ധമായിട്ടും GSTയിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഏത് ബിസിനസ് ആയിക്കോട്ടെ ആ ബിസിനസിന്റെ അഗ്രഗേറ്റ് ടേൺ ഓവർ അല്ലെങ്കിൽ ടോട്ടൽ ടേൺ ഓവർ 20 ലക്ഷം, അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ 40 ലക്ഷം, അങ്ങനെയുള്ളവരാണെങ്കിൽ നിർബന്ധമായിട്ടും GSTയിൽ രജിസ്റ്റർ ചെയ്യണം. ഇനി 10 ലക്ഷം അതായത് 10 lakhs ഉള്ളവർ രജിസ്റ്റർ ചെയ്യണം. പക്ഷേ ഒരു നിബന്ധന ഇതാണ്, ആ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ് ആയിരിക്കണം. സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്, അതായത് സ്പെഷ്യലായിട്ട്, അതായത് കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന സ്പെഷ്യലായിട്ട് വരുന്ന കുറേ സ്റ്റേറ്റ്സ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റേറ്റുകളാണെങ്കിൽ അവരുടെ ടേൺ ഓവർ അല്ലെങ്കിൽ അഗ്രഗേറ്റ് ടേൺ ഓവർ 10 lakhs ആണെങ്കിൽ അവർ രജിസ്റ്റർ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് GST രജിസ്ട്രേഷൻ ഇങ്ങനെയാണ്. അതായത് ഒരു ബിസിനസ് അവരുടെ അഗ്രഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുന്നത് 20 ലക്ഷത്തിൽ കൂടാം അല്ലേ. അത് മാത്രമല്ല, അല്ലെങ്കിൽ 40 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ അവർ നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യണം. മാത്രവുമല്ല സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ആണെങ്കിൽ അവർക്ക് എന്താണ്, കേന്ദ്ര ഗവൺമെന്റ് പറയുന്നതനുസരിച്ച് അവർ GSTയിൽ രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, അപ്പം ഇനി നമ്മൾ നോക്കുന്നു എന്താണ് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ്. അപ്പോൾ നമുക്ക് നോക്കാം സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞതാണ്, നമുക്കറിയാം 10 ലക്ഷം രൂപയാണ് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ആണെങ്കിൽ നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരാം ഏതൊക്കെയാണ് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ്. അതായത് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സിൽ വരുന്നത് താഴെ പറയുന്ന പ്രധാനപ്പെട്ട സ്റ്റേറ്റ്സ് ആണ്. അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ് ആണ് അരുണാചൽ പ്രദേശ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ് ആസാം,
അപ്പോൾ അരുണാചൽ പ്രദേശ് ഒരു സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ് ആണ്, ആസാം ഒരു സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ് ആണ്, ജമ്മു ആൻഡ് കാശ്മീർ നമുക്കറിയാൻ സാധിക്കും ജമ്മു കാശ്മീറും ഒരു സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ് ആണ്, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, സിക്കിം, ത്രിപുര, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സ്റ്റേറ്റുകളാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സിൽ വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? അരുണാചൽ പ്രദേശ്, ആസാം, ജമ്മു ആൻഡ് കാശ്മീർ, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, സിക്കിം, ത്രിപുര, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ കാറ്റഗറിയിൽ വരുന്ന സ്റ്റേറ്റുകളെ നമുക്ക് എന്ത് വിളിക്കാം? സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് എന്ന് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അഗ്രഗേറ്റ് ടേൺ ഓവർ അത്തരത്തിലുള്ള സ്റ്റേറ്റുകളുടെ ടോട്ടൽ അല്ലെങ്കിൽ അഗ്രഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുന്നത് 10 ലക്ഷമാണെങ്കിൽ, നിങ്ങൾ ശ്രദ്ധിക്കുക, അവരുടെ ഈ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ആണെങ്കിൽ അവരുടെ അഗ്രഗേറ്റ് ആയിട്ടുള്ള ടേൺ ഓവർ 10 ലക്ഷം വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ആ സ്റ്റേറ്റ് രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇതാണ് GSTയിലെ പ്രധാനമായിട്ടും രജിസ്റ്റർ ചെയ്യേണ്ട കണ്ടീഷൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണ്. അപ്പം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിനെ നമ്മൾ പോപ്പുലറായിട്ട് വിളിക്കുന്ന പേരാണ് ITC എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിനെ സൂചിപ്പിക്കാൻ ITC നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ സപ്ലയേഴ്സിനും, അതായത് എവറി സപ്ലയർ അവരെന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് ഇൻപുട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ പ്രോഡക്റ്റ് വിൽക്കുന്നു, അപ്പോൾ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്നു. അപ്പം ഒരു പ്രോഡക്റ്റ് വാങ്ങുകയോ അല്ലെങ്കിൽ ഒരു വിൽക്കുകയോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും തരത്തിൽ ഉള്ള പ്രോസസ്സിങ് ചെയ്താൽ അവർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് അപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. എവറി സപ്ലയർ ഹു സപ്ലൈ ഗുഡ്സ് ഓർ സർവീസ് ക്യാൻ ക്ലെയിം ക്രെഡിറ്റ്. അതായത് ഏത് വ്യക്തിയും ഗുഡ്സ് സപ്ലൈ ചെയ്യും. അപ്പോൾ അത്തരത്തിൽ ഗുഡ്സ് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് വേണ്ടി എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. അതെപ്പോഴാണെന്ന് ചോദിച്ചാൽ സബ്സിക്വൻറ്റ് സ്റ്റേജ് ഓഫ് വാല്യൂ അഡിഷൻ. അതായത് സബ്സിക്വൻ്റ് ആയിട്ട് ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങി, ആ പ്രോഡക്റ്റ് നമ്മൾ കുറേ പ്രോസസ്സിലൂടെ ചെയ്തു, അത് നമ്മൾ വിറ്റു, അപ്പോൾ അത്തരത്തിൽ പിന്നെയും നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നു. അത്തരത്തിൽ വാല്യൂ അഡീഷണലായിട്ട് നമ്മൾ പിന്നെയും മാനുഫാക്ചർ ചെയ്യുന്നു, സെയിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യുന്നു. അത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതായത് മാനുഫാക്ചർ പേയബിൾ ഔട്ട്പുട്ട് ടാക്സ് ഓൺ എ ഫൈനൽ പ്രോഡക്റ്റ് ഓഫ് 400. അതായത് ഒരു മാനുഫാക്ചർ അദ്ദേഹത്തിന്റെ ആ കമ്പനിയിൽ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ച സമയത്ത് അദ്ദേഹം കൊടുത്ത ടാക്സ് ആണ് ഔട്ട്പുട്ട് ടാക്സ്. അദ്ദേഹം 400 രൂപ എന്ത് കൊടുത്തു? ഔട്ട്പുട്ട് ടാക്സ് കൊടുത്തു. ആ സാധനം മാനുഫാക്ചർ ചെയ്തു, പ്രോസസ്സ് ചെയ്തിട്ട് വിറ്റപ്പോൾ 400 രൂപ എന്ത് കൊടുത്തു? ഔട്ട്പുട്ട് ടാക്സ് ആയിട്ട് കൊടുത്തു. അതിനുശേഷം അദ്ദേഹം ടാക്സ് പെയ്ഡ് ഓൺ ഇൻപുട്ട്, ഈ പ്രോഡക്റ്റ് അദ്ദേഹം വാങ്ങുന്ന സമയത്ത് കൊടുത്തത് 300 രൂപയാണ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം അദ്ദേഹം വിറ്റ സമയത്ത് 400 രൂപ ഔട്ട്പുട്ട് ടാക്സ് കൊടുത്തു, വാങ്ങുന്ന സമയത്ത് അദ്ദേഹം ഇൻപുട്ട് ടാക്സ് 300 രൂപ കൊടുത്തു. അപ്പോൾ നമുക്ക് പറയാം അദ്ദേഹത്തിന് ഇൻപുട്ട് ടാക്സ് 100 രൂപ ക്ലെയിം ചെയ്യാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ വിറ്റപ്പോൾ കിട്ടിയ 400 രൂപ, അതിൽ നിന്നും 300 രൂപ എന്ത് ചെയ്യുന്നു? നമ്മൾ കുറയ്ക്കും. അതായത് ഔട്ട്പുട്ട് ടാക്സിൽ നിന്നും ഇൻപുട്ട് ടാക്സ് നമ്മൾ കുറച്ചു. അപ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടി? 100 രൂപ കിട്ടി. അപ്പോൾ അദ്ദേഹത്തിന് എത്ര രൂപ ക്ലെയിം ചെയ്യാൻ സാധിക്കും? 100 രൂപ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കും. വരുന്ന അല്ലെങ്കിൽ ഇനി മാനുഫാക്ചർ ചെയ്യുന്ന സമയത്തിന് അദ്ദേഹം എന്ത് ചെയ്യാം? ഇത്തരത്തിൽ ഇൻപുട്ട് ടാക്സിന് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ സപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ഒരു കൺസെഷൻ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അത് വാല്യൂ അഡിഷൻ, ഒരു പ്രോഡക്റ്റ് സബ്സിക്വൻ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? മാനുഫാക്ചർ ചെയ്യുന്നു, പ്രോസസ്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്നു. ആ സമയത്ത് കിട്ടുന്ന ആ ഒരു കൺസെഷൻ ആണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ട്, ആ പ്രോഡക്റ്റ് നമ്മൾ വിറ്റപ്പോൾ നമ്മൾ 400 രൂപ ഔട്ട്പുട്ട് ടാക്സ് കൊടുത്തു. നമ്മളത് വാങ്ങുന്ന സമയത്ത് നമ്മൾ 300 രൂപയാണെന്ന് ഇൻപുട്ട് ടാക്സ് ആയിട്ട് കൊടുത്തത്. അപ്പോൾ ആ സമയത്ത് നമുക്കറിയാൻ സാധിക്കും GST അല്ലെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും 400-ൽ നിന്നും 300 രൂപ കുറച്ച്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ടാക്സ് ആയിട്ടുള്ള 400-ൽ നിന്നും ഇൻപുട്ട് ടാക്സ് ആയിട്ടുള്ള 300 രൂപ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന 100 രൂപയാണ് അവരുടെ എന്തെന്ന് പറയുന്നത്? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അവർക്ക് വരുന്ന വർഷങ്ങളിലൊക്കെ തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, എവറി രജിസ്റ്റേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ
GST പ്രകാരം നമുക്കറിയാൻ സാധിക്കും രജിസ്ട്രേഷൻ ആർക്കൊക്കെയാണ് അല്ലേ? അപ്പോൾ അത്തരത്തിൽ രജിസ്റ്റർ ചെയ്ത സപ്ലയേഴ്സിന് മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അല്ലെങ്കിൽ ITC ക്ലെയിം ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ രജിസ്റ്റർ ചെയ്ത ആരാണോ അവർ പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുന്നത് അവർക്ക് മാത്രമേ ഇൻപുട്ട് ടാക്സ് ക്ലെയിമിനായിട്ട് അർഹതയുള്ളൂ, അല്ലെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിനായിട്ട് അംഗീകാരമുള്ളൂ. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് GSTN. ഫുൾ ഫോം ഇതാണ്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ ആണ്. അപ്പം GSTN ഫുൾ ഫോം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ. അതാണ് നമ്മൾ വിളിക്കുന്നത് GSTIN എന്നാണ്. GSTIN അതാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ. ഇത് 15 ഡിജിറ്റിൽ ഉള്ള ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പറാണ്. അപ്പം ഗുഡ്സിനെയോ അല്ലെങ്കിൽ സർവീസിനെയോ ഒക്കെ തന്നെ നമ്മൾ സൂചിപ്പിക്കാൻ അല്ലെങ്കിൽ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന 15 ഡിജിറ്റിലുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പറാണ് GSTIN എന്ന് പറയുന്നത്. മാത്രവുമല്ല ഈ 15 ഡിജിറ്റിൽ, ഈ തന്നിരിക്കുന്ന 15 ഡിജിറ്റിലും ഓരോ ഡിജിറ്റിലും എന്തുണ്ട്? ഓരോ തരത്തിൽ നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അതിൽ ആദ്യത്തെ 2 ഡിജിറ്റ്, അപ്പം നമുക്ക് ടോട്ടൽ 15 ഡിജിറ്റ് ആണുള്ളത്. അതിൽ ആദ്യത്തെ 2 ഡിജിറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് കോഡാണ്. അതായത് നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണോ നിങ്ങളുടെ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നത്, ഇപ്പം കേരളമാണെങ്കിൽ ആ കേരളം എന്ന് പറഞ്ഞ നിങ്ങളുടെ സ്റ്റേറ്റിന്റെ കോഡ് കാണും. അത് ആദ്യത്തെ 2 അക്ക നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ഏതാണോ സ്റ്റേറ്റ് ഉള്ളത് ആ സ്റ്റേറ്റിന്റെ കോഡാണ്. നെക്സ്റ്റ് 10 ഡിജിറ്റ് നമുക്കറിയാൻ സാധിക്കും. ബാക്കിയുള്ള 10 ഡിജിറ്റ് എന്ന് പറയുന്നത് പാൻ നമ്പർ ആണ്. ഇപ്പൊ ഏതാണോ മാനുഫാക്ചർ ചെയ്യുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ പാൻ നമ്പർ എത്രയാണോ, നമുക്കറിയാം പാനിനകത്ത് കാണുന്ന അടുത്ത 10 നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? പാൻ നമ്പർ ആണ്. അതിനുശേഷം കാണുന്ന 13ാമത്തെ ഡിജിറ്റ്, അപ്പൊ ആദ്യത്തെ എന്ത് ചെയ്യുന്നു? 12 എണ്ണം കഴിഞ്ഞു. 13ാമത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് രജിസ്ട്രേഷൻ ഡൺ ബൈ ഫേം വിത്തിൻ എ സ്റ്റേറ്റ്. അതായത് സംസ്ഥാനത്തിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എത്രയാണ്, ഇപ്പം എത്ര രജിസ്ട്രേഷൻ ആണ് ചെയ്തിട്ടുള്ളത്, അപ്പൊ അത്തരത്തിൽ സൂചിപ്പിക്കുന്നതാണ് 13th അല്ലെങ്കിൽ 13ാമത്തെ ഡിജിറ്റ് എന്ന് നമ്മൾ പറയുന്നു. ഇനി 14ാമത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് ഇസഡ് ആണ്. അപ്പോൾ അത് കോമൺ ആയിട്ടുള്ളതാണ്. എല്ലാ മാനുഫാക്ചേഴ്സിനും കൊടുക്കുന്ന GSTIN 14ാമത്തെ കോമൺ ആയിട്ടുള്ള ഇസഡ് എന്ന് പറയുന്ന ഒരു ആൽഫ ന്യൂമറിക് നമ്പേഴ്സ് ആയിരിക്കും, ആൽഫബറ്റ്സ് നമ്പേഴ്സ് ആയിരിക്കും. 15ാമത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത്, അപ്പോൾ നമുക്കൊരു അവസാനത്തെ ഡിജിറ്റ് ആണ് 15ാമത്തത്. അത് സൂചിപ്പിക്കുന്നത് ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ് ആണ്. ഏതെങ്കിലും തരത്തിൽ തെറ്റുകൾ വല്ലതും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡിറ്റക്ഷൻ എറേഴ്സ് ഉണ്ടെങ്കിൽ ആ എറേഴ്സിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഡിജിറ്റ് ആണ് 15ാമത്തെ ഡിജിറ്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ GSTIN എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ ആണ്. GSTIN 15 നമ്പേഴ്സ് ആണ് ഉള്ളത്. അതിൽ ആദ്യത്തെ 2 ഡിജിറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് കോഡാണ്. ഏതാണോ സ്റ്റേറ്റ് ആ സ്റ്റേറ്റിന്റെ കോഡാണ് അവിടെ പറയുന്നത്. അതിനുശേഷം അടുത്ത 10 ഡിജിറ്റ് എന്ന് പറയുന്നത് പാൻ നമ്പർ ആണ്, പെർമനന്റ് അക്കൗണ്ട് നമ്പർ അല്ലെങ്കിൽ പാനിന്റെ നമ്പേഴ്സ് ആണ് പറയുന്നത്. അതിനുശേഷം 13ാമത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് രജിസ്ട്രേഷൻ ഡൺ ബൈ എ ഫേം വിത്തിൻ എ സ്റ്റേറ്റ്. അതായത് സംസ്ഥാനത്ത് ആ ഒരു വ്യക്തി അല്ലെങ്കിൽ അവർ എത്ര പ്രാവശ്യം അവർ രജിസ്റ്റർ ചെയ്തു, അതാണ് 14ാമത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് ഇസഡ് ആണ് സൂചിപ്പിക്കുന്നത്. 15ാമത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് എറേഴ്സ് വല്ലതും ഉണ്ടെങ്കിൽ ആ എറേഴ്സിനെ ഡിറ്റക്ട് ചെയ്യുന്നതാണ് 15th ഡിജിറ്റ് എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതായത് GSTIN ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ 22. അപ്പോൾ ഈ 22 എന്താ? ആദ്യത്തെ 2 ഡിജിറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് കോഡാണ്. അതിനുശേഷം ഉള്ള നെക്സ്റ്റ് 10 ഡിജിറ്റ് എന്ന് പറയുന്നത് എന്താണ്? പാൻ നമ്പർ ആണ്. അതിനുശേഷം വരുന്ന എന്താണ്? 2 നമ്പർ അല്ലെങ്കിൽ 13ാമത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാൻ സാധിക്കും അത് എത്ര രജിസ്ട്രേഷൻ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിനുശേഷം വരുന്ന 14ാമത്തെ നമ്പർ എന്താണ്? ഇസഡ് എന്ന് പറയുന്നതാണ്. ഇനി ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ് എന്ന് പറയുന്നത് അവസാനത്തെ നമ്പേഴ്സ് ആണ്. അപ്പൊ അത്തരത്തില് GSTIN എന്ന് പറയുന്നത് 15 ഡിജിറ്റുകൾ അടങ്ങിയ നമ്പർ ആണ്.